അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലെ രണ്ടാം പാർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25 ക്വസ്റ്റ്യൻ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് പ്രോബ്ലംസ് ആണ്, അതും കൂടെ എന്താക്കാം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഫസ്റ്റത് നമുക്ക് ചെയ്യാനുള്ളത് റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. റിയലൈസേഷൻ അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് അതിൻ്റെ ഒരു രൂപം ഒന്ന് പറയട്ടോ. നോക്കുക, ആദ്യം നമ്മൾ അസറ്റ് മൊത്തം ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് അസറ്റുകൾ മൊത്തം നമ്മൾ ആദ്യം ഇവിടെ എഴുതി വെക്കും. ലയബിലിറ്റീസ് നമ്മൾ ഇവിടെ എഴുതി വെക്കും. ഓക്കെ, എന്നിട്ട് അസറ്റുകൾ മൊത്തം നമ്മൾ എന്താക്കും, റിയലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ക്യാഷ് എന്ന് അതല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കും. ലയബിലിറ്റീസ് മൊത്തം നമ്മൾ കൊടുത്ത് വീട്ടും. ആ കൊടുത്ത് വീട്ടുന്നത് എത്ര ക്യാഷിനാണോ അതെന്താക്കും, നമ്മളിവിടെ ക്യാഷ് എന്നോ അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കും. ഓക്കെ, എന്നിട്ട് റിയലൈസേഷൻ്റെ എക്സ്പെൻസ് ഉണ്ട്, അത് നമ്മളിവിടെ എഴുതി വെക്കും. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ എക്സ്പെൻസ് നമ്മളെന്താക്കും, ഇവിടെ എഴുതി വെക്കും. പിന്നെ ഏതെങ്കിലും ഒരു അൺറെക്കോർഡ് അസറ്റ് ആരെങ്കിലും എടുത്തു പോവുകയാണെങ്കിൽ, ഏതെങ്കിലും പാർട്ണർ എടുത്തു പോവുകയാണെങ്കിൽ അതെന്താക്കുന്നു, നമ്മൾ ആ പാർട്ണറിൻ്റെ അക്കൗണ്ട് അരുൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കും. ഇനി ലയബിലിറ്റി ഏതെങ്കിലും പാർട്ണേഴ്സ് എടുത്ത് പോവുകയാണെങ്കിൽ അതെന്താക്കും, നമ്മൾ വരുൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കും. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ബാക്കി എത്രയാണോ വരുന്നത് അത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ എന്താവും വിഹിതം വെച്ച് കൊടുക്കും. ഇത്ര റിയലൈസേഷൻ അക്കൗണ്ട് ഉള്ളൂ. ഇനി നോക്കട്ടോ, അതിൻ്റെ ജേണൽ എൻട്രി ആണ് പലപ്പോഴും ഈ ചാപ്റ്ററിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ നോക്കുക, നമ്മൾ പറഞ്ഞു ഇത് ബൈ സൈഡാണ്, ഇത് ടു സൈഡാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ സാധനത്തിൻ്റെയും ടു എന്തായിരിക്കും റിയലൈസേഷൻ. ഇപ്പോൾ ഇവിടുത്തെ ക്യാഷ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി ഇവിടെ വരുന്നതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ ഉണ്ടാവുക നോക്കുക. ഇത് മൊത്തം ടു സൈഡാണ്. ഈ എല്ലാ സാധനത്തിൻ്റെയും ബൈ സൈഡ് എന്തായിരിക്കും, റിയലൈസേഷൻ ആയിരിക്കും. അപ്പോൾ നോക്കുക, റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു ക്യാഷ്, റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു എക്സ്പെൻസ്, റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു ബിൽഡിംഗ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രി ഉണ്ടാക്കുക. അപ്പോൾ ജസ്റ്റ് എന്താക്കാമെന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ എന്താക്കുകയാണ്, പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. നോക്കുക, ഒരേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ എന്താവുള്ളൂ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാം. ഇനി ഈ റിയലൈസേഷനിലേക്ക് മാറാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ക്യാഷ് റിയലൈസേഷനിലേക്ക് വരില്ല, ബാങ്ക് റിയലൈസേഷനിലേക്ക് വരില്ല, റിസർവ് റിയലൈസേഷനിലേക്ക് വരില്ല, ക്യാപിറ്റൽ റിയലൈസേഷനിലേക്ക് വരില്ല. ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, റിയലൈസേഷനിലേക്ക് വരില്ല. അതായത് ബിസിനസ്സും പാർട്ണറും സംബന്ധിച്ച കാര്യങ്ങൾ എന്താവില്ല, റിയലൈസേഷനിലേക്ക് വരില്ല. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ റിയലൈസേഷനിലേക്ക് വരുന്ന സാധനങ്ങൾ എന്താണ്, ലയബിലിറ്റീസും അതുപോലെ തന്നെ അസറ്റുമാണ് റിയലൈസേഷനിലേക്ക് വരിക. ഓക്കെ, അസറ്റും പിന്നെ ലയബിലിറ്റീസും. അത് ആ ലയബിലിറ്റീസിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും നമ്മൾ പറ്റിക്കാൻ വേണ്ടി തരുന്നൊരു സാധനമുണ്ട്, മിസ്സിസ് എസ് ലോൺ എന്നൊക്കെ പറയും. ABCR പാർട്ണേഴ്സാണ്, അത് മേലെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പറയും മിസ്സിസ് എൻ്റെ ലോണ്. അപ്പോൾ അതെന്താണ്, അത് പുറത്തുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കട്ടോ. അതെന്താണ്, പുറത്തോട്ടുള്ള ഒരു ക്രെഡിറ്റർ പോലെ തന്നെയാണ് മിസ്സിസ് എൻ്റെ ലോൺ. മിസ്റ്റർ എൻ്റെ ലോണല്ല, മിസ്സിസ് എൻ്റെ ലോണാണ്. പലപ്പോഴും പറ്റിക്കാൻ വേണ്ടി തരുന്നതാണ്. അപ്പോൾ എന്താക്കുക, അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ക്വസ്റ്റ്യൻ നോക്കുക, ഇവിടെ കണ്ടോ, ക്യാപിറ്റൽ തീർത്ത ആദിത്യൻ, ഈ രണ്ട് സാധനം, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു റിയലൈസേഷൻക്ക് എന്താവില്ല. ഈ രണ്ട് ക്യാപിറ്റലും എന്താവില്ല, റിയലൈസേഷൻക്ക് വരില്ല. പിന്നെ റിയലൈസേഷൻക്ക് വരുന്ന ഒരേ ഒരു സാധനം എന്താ, ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഈ 3 സാധനം എന്താവും റിയലൈസേഷനിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ കണക്കൊന്ന് ചെയ്യുക. റിയലൈസേഷൻ ആദ്യം നമ്മൾ പറഞ്ഞു അസറ്റ് നമ്മൾ ഈ ഭാഗത്താണ് എഴുതുക, ലയബിലിറ്റീസ് നമ്മൾ ഈ ഭാഗത്താണ് എഴുതുക. അസറ്റ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, സ്റ്റോക്ക്. ലാൻഡ്, ഫർണി, സ്റ്റോക്ക്. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 40, 20, 40, 40, 20, 40. ക്രെഡിറ്റേഴ്സ് എത്രയാണ് വരുന്നത്, 20. ഓക്കെ, അപ്പോൾ രേഖപ്പെടുത്താനുള്ള എല്ലാ സാധനവും നമ്മൾ രേഖപ്പെടുത്തി. ഇനി എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്താനുണ്ടോ എന്ന് നമ്മൾ നോക്കൽ. ഇത് എങ്ങനെയാണ് ഇത് കൊടുത്ത് വീട്ടിയത്, ഇത് കൊടുത്തപ്പോൾ എത്രയാണ് പൈസ കിട്ടിയത് എന്നുള്ളത് അടിയിലുണ്ടാവുക. അത് നോക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിങ്, അതായത് ഈ സാധനം 40,000ൻ്റെ സാധനം കൊടുത്തപ്പോൾ നമുക്ക് 60,000 കിട്ടി. അപ്പം 60,000 പ്ലസ് ഫർണിച്ചർ വിറ്റപ്പോൾ നമുക്ക് 20,000 കിട്ടി. അത് ആ വില തന്നെയാണ് കിട്ടിയത്, 20,000 കിട്ടി. പിന്നെ സ്റ്റോക്ക് വേറൊരാൾ എടുത്തേക്കാണ്. അപ്പം ക്യാഷായിട്ട് കിട്ടിയത് എന്താകാണ്, നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത് രണ്ടും വിറ്റപ്പോൾ നമുക്ക് ക്യാഷായിട്ട് കിട്ടിയത് എത്രയാണ്, 80,000 ആണ്. അപ്പം നമ്മളെന്താക്കി, ക്യാഷ് 80,000 എന്നെഴുതി. സോറി, ഇത് 8,000 80,000 എഴുതി.
ക്ലിയർ ആണോ? ഇനി പറഞ്ഞെന്താ, ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം എന്താക്കി ആരെടുത്തു എന്നാണ് പറഞ്ഞത്? ആദിത്യൻ എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്താക്കണമെന്നോ, ആദിത്യൻസ് ക്യാപിറ്റൽ എത്രക്ക് അവൻ എടുത്തത്? 15,000. 40,000 സാധനം എന്താണ്? 15,000 ആര്? ആദിത്യൻ എടുത്തു. ഓക്കെ, അപ്പോൾ എന്താക്കി നമ്മൾ ഈ 3 സാധനം നമ്മൾ തീരുമാനമാക്കി. ലാൻഡും ഫർണിച്ചറും സ്റ്റോക്കും ഈ 3 സാധനം എന്താക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താക്കാണ്, ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്ത് വീട്ടണം. പക്ഷെ ഇവർ ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ വിലക്ക് തന്നെയാണ് എന്താക്കിയത് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇതാ ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്താണ് ക്യാഷായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ക്യാഷ് എത്ര? 20,000. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇനി ഇവിടെ ഒന്നും എന്തായില്ല, പറഞ്ഞിട്ടില്ല. നമ്മളെന്താക്കുകയാണ്, ചെയ്യുകയാണ്. ഏത് ഭാഗ കൂടുതലുള്ളത്? 40, 20, 60, 60, 40, 1,00,000. ഇവിടെ 1,20,000 കിട്ടുന്നത്. ഇത് 1,20,000 തന്നെയാണ് വലിയ സംഖ്യ. ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 80, 20, 1,00,000. ഇവിടെ 1,15,000. അപ്പം 1,20,000 1,15,000 കുറച്ചാൽ എത്ര ബാക്കി ഉണ്ടാവുക? 5,000 ബാക്കി ഉണ്ടാവുക. ഈ 5,000 നമ്മൾ എന്ത് ചെയ്യണം എന്താ? ഇവിടെ റേഷ്യോ എത്രയാണ്? 2:3. അതിൽ വിഹിതം വെച്ച് കൊടുക്കണം. 5,000-ന് 5 ഭാഗമാക്കി കഴിഞ്ഞാൽ 1000 ഉണ്ടാവുക. അപ്പം 2,000 ഇയാളും കൊടുക്കാണ്ടാവും, 3,000 ഇയാളും കൊടുക്കാണ്ടാവും. 2,000, 3,000. ക്ലിയർ ആണോ? ഈ ഭാഗത്ത് വന്നാൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അത് റിയലൈസേഷൻ ലോസ് ആണ്. ഈ ഭാഗത്ത് വന്നാൽ അത് പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കണക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കാം. അടുത്ത കണക്കിന് ഫാത്തിമ, ശരണ്യ രണ്ടാളും പാർട്ണർമാരാണ്. 3:2 ആണ്. അപ്പം അത് സെറ്റായി. ഇനി ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം റിയലൈസേഷനിലേക്ക് പോവുക നോക്കുക. ഒന്ന്, ക്യാഷ് ആൻഡ് ബാങ്ക് പോവില്ല, സ്റ്റോക്കും പോവും, ഫിക്സഡ് അസറ്റും പോവും. ഓക്കെ, പിന്നെ ക്രെഡിറ്റേഴ്സും പോവും. ഇത് രണ്ടും ക്യാപിറ്റലാണ്, അത് പോവില്ല. അപ്പം നമ്മൾ എന്താക്കുകയാണ്, ഇവിടെ കണക്ക് ചെയ്യാൻ കേട്ടോ. നോക്കുക, റിയലൈസേഷൻ ആദ്യം നമ്മൾ എന്താക്കാണ്, അസറ്റ് എടുത്താട്ടെ. ഇതാണ് അസറ്റുകൾ ഏതൊക്കെ? സ്റ്റോക്കും ഫിക്സഡ് അസറ്റും. ഫിക്സഡ് അസറ്റ് അതെത്രയാണ്? 16, 42,000. 42,000. ഇനി ഇവിടെ ലയബിലിറ്റി ഭാഗത്ത് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതെത്രയാണ്? 20,000. ഓക്കെ, ക്രെഡിറ്റേഴ്സ് 20,000. ഇനി ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാലോ. സ്റ്റോക്ക് റിയലൈസ്ഡ് 14,000. അപ്പോൾ 16,000 സാധനം വിറ്റപ്പം കിട്ടിയത് 14,000 ആണ്. ഫിക്സഡ് അസറ്റ് റിയലൈസ് ചെയ്ത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 50,000. അതായത് ഈ രണ്ട് സാധനവും വിറ്റു എന്നർത്ഥം. ഈ രണ്ട് സ്റ്റോക്കും വിറ്റപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയത് 64,000. ഓക്കെ, അത് നമ്മളെന്താക്കി ഇവിടെ ക്യാഷ് എന്നോ ബാങ്ക് എന്നോ പറഞ്ഞിട്ട് നമ്മളെന്താക്കി ഇവിടെ രേഖപ്പെടുത്തി 64,000. ഇനി നോക്കുക, ഇവിടെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത്. റിയലൈസേഷൻ എക്സ്പെൻസ് 1000. ഇവിടെയാണ് നമ്മൾ എഴുതുക ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ റിയലൈസേഷൻ എക്സ്പെൻസ് 1000. പിന്നുള്ളത് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ഫുൾ. ക്രെഡിറ്റേഴ്സ് എത്രയായിരുന്നു അത്ര തന്നെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. 20,000 ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് 20,000. അപ്പോൾ കൊടുക്കാനുള്ള എല്ലാ സാധനവും എന്താക്കി നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞു. 4 മാർക്കിൻ്റെ ചോദ്യമാണ്, വളരെ സിമ്പിളാണ്. നോക്കുക, ഏത് ഭാഗമാണ് കൂടുതൽ എന്നുള്ളത്. ഈ ഭാഗമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് തോന്നുന്നത്. ആദ്യം പിന്നെ ഒന്ന് കണക്കൊന്ന് കൂട്ടി നോക്കുക. 16,000 പ്ലസ് 42,000 പ്ലസ് 1,000 പ്ലസ് 20,000. ഇവിടെ 79,000 ആണ്. ഈ ഭാഗം 84,000 വരുന്നുണ്ട്. 84,000. ഇവിടെ 79,000 ആണ്. ഇപ്പോൾ വലിയ സംഖ്യ എന്താക്കണം, രണ്ട് ഭാഗത്ത് എഴുതണം. 84,000. ഇനി എത്രയാണ് കുറവ് വരുന്നത്? 84,000 നിന്ന് 79,000 കുറച്ചാൽ അവിടെ കുറവ് വരുന്നത് 5,000 ആണ് അല്ലേ? 5,000 പ്ലസ് 79,000 84,000. അത് അവരുടെ റേഷ്യോ എത്രയാണ് നോക്കുക. റേഷ്യോ എത്രയെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതും എത്രയാണ്? 3:2 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ആൾ 3,000, രണ്ടാമത്തെ ആൾ 2,000 കൊടുക്കാനുണ്ടാവും. 5,000 × 3/5, 5,000 × 2/5.
ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ് പ്രോഫിറ്റാണ്. ഈ ഭാഗത്ത് വന്നാൽ അതിൻ്റെ അർത്ഥം അത് റിയലൈസേഷൻ പ്രോഫിറ്റാണ്. അതായത് പിന്നെ ബാധ്യത ഒക്കെ വീട്ടി കഴിഞ്ഞിട്ടും 5000 രൂപ ലാഭമുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കണക്ക് ചെയ്തു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്താണ് നോക്കുക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ എന്താവുന്നില്ല ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇവിടെ നോക്കുക, കണക്കെന്താകുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ബാങ്ക് വരില്ല, സ്റ്റോക്ക് വരും, ഡെപ്റ്റേഴ്സും വരും, സൺട്രി അസറ്റും വരും. 3 സാധനം വരും. ക്യാപിറ്റൽ വരില്ല, ഇതും വരില്ല, ക്രെഡിറ്റേഴ്സും വരും. റിസർവ് ഫണ്ട് വരില്ല, കാരണം അത് പിന്നെ പാർട്ണേഴ്സും അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാധനമാണ്, തേർഡ് പാർട്ടി അല്ല, അതുകൊണ്ട് എന്താവില്ല റിസർവ് ഫണ്ട് അതിലോട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കുന്നത്, ഈ 3 സാധനം നമ്മൾ ആദ്യം ഇത് റിയലൈസേഷൻ അക്കൗണ്ട് ആണെങ്കിൽ 3 സാധനം നമ്മൾ എന്താക്കും, 1, 2, 3, ഇവിടെ 3 എഴുതി വെക്കും. ഇതിലൊന്ന് മാത്രമേ ഉള്ളൂ ക്രെഡിറ്റേഴ്സ്, നമ്മൾ എന്താക്കും ഈ സൈഡിലും എഴുതി വെക്കും. ഇനി സ്റ്റോക്ക് വിറ്റുപോയത് 9000-നും സൺട്രി അസറ്റ് വിറ്റുപോയത് 45,000-നുമാണ്. അപ്പം 54,000. സ്റ്റോക്ക് 9000-ന് വിറ്റുപോയി. പിന്നെ സൺട്രി അസറ്റ് വിറ്റുപോയത് എത്രക്കാണ്, 45,000-നാണ്. ഡെപ്റ്റേഴ്സിൻ്റെ കഥ എന്താ വീട്ടില്ല, അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് എത്രക്ക് തന്നെയാണ് വിറ്റുപോയത്, 20,000-ന് തന്നെയാണ് വിറ്റുപോയത്. പറഞ്ഞിട്ടില്ലെങ്കിൽ ബുക്ക് വാല്യൂന് തന്നെയാണ് വിറ്റുപോയത്. ഇത് 3 കൂടെ എന്താക്കുക, കൂട്ടുക. അത് 3 കൂടെ കൂട്ടിയാൽ 29,000 പ്ലസ് 45, 74,000 എന്തുണ്ടാവും, ഈ ഭാഗത്ത് ഇതുണ്ടാവും കേട്ടോ. 74,000 നമ്മൾ ഈ ഭാഗത്ത് അവിടെ എഴുതി വെക്കും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് റിയലൈസേഷൻ എക്സ്പെൻസ് മറ്റ് 2,000 ഉണ്ട്. അതെന്താക്കും, നമ്മൾ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് ബ്രാക്കറ്റിലിട്ടായിട്ട് കൊടുക്കും. ക്രെഡിറ്റേഴ്സ് എത്രയാണ്, ഫുള്ള് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഇവിടെ എത്രയാണ് വരുന്നത്, 60,000 വരുന്നുണ്ട്. അപ്പോൾ 60,000 എന്താക്കിയിട്ടുണ്ട്, മൊത്തം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഭാഗത്ത് ചെയ്തു. എന്നിട്ട് എന്താക്കും, അപ്പോൾ നിങ്ങൾ എന്താക്കുക, സ്വന്തമായിട്ട് കണക്കൊന്ന് ചെയ്യട്ടോ. ഓക്കെ, അടുത്ത കണക്ക് നമുക്ക് കുറച്ച് ടഫ് ഉണ്ടെന്ന് തോന്നുന്ന ക്വസ്റ്റ്യനാണ്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു കണക്ക് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കുന്നുണ്ട്, ആ കണക്ക് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ കണക്ക് പിന്നെ വരലില്ല. അപ്പോൾ നോക്കുക നമ്മൾ എങ്ങനെയാണ് ഈ കണക്കൊന്ന് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം, അതോടൊപ്പം തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് എന്താക്കണം, പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താക്കിയാൽ മതി, ചെയ്താൽ മതി. നോക്കുക, ആദ്യം നമ്മളിതാ ഒരു ബാലൻസ് ഷീറ്റ്, ഇവിടെ അസറ്റ്, ഇവിടെ ലയബിലിറ്റീസ്, അസറ്റും ലയബിലിറ്റി 2 ഭാഗം നോക്കുക. ദർ ക്യാപിറ്റൽ ക്യാപിറ്റൽ എത്രയാണ്, പ്രവീണിൻ്റെത് 1,60,000, മനോജിൻ്റെത് 1,50,000. അപ്പോൾ ക്യാപിറ്റൽ പ്രവീണ് 1,50,000, മനോജ് 1,60,000. ഓക്കെ, 2 ആളെ ക്യാപിറ്റൽ എഴുതി. ഇനി അടുത്ത സാധനം പറഞ്ഞത് റിസർവാണ്. റിസർവ് 40,000 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിസർവ് അസറ്റ് ഭാഗത്താണോ അതല്ല ലയബിലിറ്റി ഭാഗത്താണോ വരിക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം കേട്ടോ. എന്നാലേ എന്താവുള്ളൂ കറക്റ്റ് പിടുത്തം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ റിസർവ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, നമ്മൾ കാലങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് അതിൽ നിന്നൊക്കെ പ്രോഫിറ്റ് ഇങ്ങനെ മാറ്റി വെച്ച സാധനത്തിനാണ് നമ്മൾ റിസർവ് എന്ന് പറയാം. ഈ റിസർവിൻ്റെ പൈസ ആർക്ക് അവകാശപ്പെട്ടതാണ്, പാർട്ണേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള സാധനമാണ്. അതുകൊണ്ട് അതെന്താണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ GR 40,000. ഓക്കെ, ഇനി എന്താ അതിൽ ചേർക്കാനുള്ളത് നോക്കുക. എക്സ്റ്റേണൽ ലയബിലിറ്റി, ബിൽസ് പേബിളും ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് 24,000 ഉണ്ട്. അതെന്താണ്, ലയബിലിറ്റിയാണ്. ബിൽസ് പേബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ബില്ലാണ്, BP 16,000. ഓക്കെ, പിന്നെ ക്രെഡിറ്റേഴ്സ് എത്ര ഉണ്ട്, 24,000, അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് 24,000 ഉണ്ട്, ബിൽസ് പേബിൾ 15,000 ഉണ്ട്. പിന്നെ പറയുന്നത് ക്യാഷ് ബാലൻസ്. ക്യാഷ് ബാലൻസ് അസറ്റിലല്ലേ വിടുക, ക്യാഷ് ബാലൻസ് 15,500. 15,500 ക്യാഷ് ബാലൻസ് ഉള്ളത്. അങ്ങനെ ഫേം എന്താക്കിയ, അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ എന്താക്കേണ്ടത്,
പിന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴെയുള്ള ഭാഗം അത് ഏതിലേക്കുള്ളതാണ്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താക്കണമെന്നോ ഇതൊന്ന് ബാലൻസ് ചെയ്യണം. ഈ ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ബാലൻസ് ഷീറ്റിൽ രണ്ട് ഭാഗം എന്തായിരിക്കും? ലയബിലിറ്റി സൈഡും അസറ്റ് ഭാഗം എന്തായിരിക്കും? തുല്യമായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയാത്തതുകൊണ്ട് ഇതിൻ്റെ എവിടെയാണോ കുറവ് വരുന്നത് അത്രയും ഭാഗം എന്തായിരിക്കണം നമ്മളവിടെ ചേർത്ത് കൊടുക്കണം. കാരണം ഇവിടെ ഫിക്സഡ് അസറ്റ് എത്രയെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള അസറ്റുകളിൽ ക്യാഷ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫിക്സഡ് അസറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്തായിരിക്കും? ഫിക്സഡ് അസറ്റ് ആയിരിക്കും എന്നെന്താക്കുക നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് എത്രയെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കുക, ആദ്യം നമ്മൾ 1,50,000 പ്ലസ് 1,60,000 പ്ലസ് 40,000 പ്ലസ് 16,000 പ്ലസ് 24,000 സമം 3,90,000 ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതേ എമൗണ്ട് തന്നെയാണ് എവിടെയും കിട്ടുക, ഇവിടെയും കിട്ടുക. കാരണം ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും തുല്യമായിരിക്കും. ബാലൻസ് ഷീറ്റിൽ നിന്ന് ഈ 3,90,000 നിന്ന് ക്യാഷ് ആയിട്ടുള്ള നമ്മൾ 15,500 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 3,74,500 കിട്ടും. അതാണ് ഇവിടുത്തെ എന്ത്? ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ സാധനം. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സാധനം എന്താണെന്നറിയോ? റിയലൈസേഷൻ അക്കൗണ്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഏതൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക നോക്കുക. ബാലൻസ് ഷീറ്റ് നല്ല എടുക്കേണ്ടത് ഈ രണ്ട് ക്യാപിറ്റൽ എന്തുണ്ടാവില്ല? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഉണ്ടാവില്ല. റിസർവ് ഉണ്ടാവില്ല. കാരണം റിസർവ് പാർട്ണറുമായി ബന്ധപ്പെട്ടതാണ്, അതെന്താവില്ല? റിയലൈസേഷനിലേക്ക് വരില്ല. അപ്പോൾ ഈ രണ്ട് സാധനമാണ് ഏതിൽ വരിക? നമ്മളെ ലാബിലിറ്റി സൈഡിൽ വരുന്നത് രണ്ട് സാധനങ്ങളാണ്. ഒന്ന് BP, അതായത് ബിൽസ് പേബിൾ 16,000 നമ്മളിവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അടുത്ത ക്രെഡിറ്റേഴ്സ് 24,000 അതെന്താക്കി നമ്മളിവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അസറ്റ് ഭാഗത്ത് ക്യാഷ് നമ്മൾ രേഖപ്പെടുത്തില്ല, പിന്നെ ഫിക്സഡ് അസറ്റാണ് രേഖപ്പെടുത്താനുള്ളത്. അതെത്രയാണ്? FA സമം 3,74,500. അപ്പോൾ രേഖപ്പെടുത്താനുള്ള മൊത്തം നമ്മൾ രേഖപ്പെടുത്തി. ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ടേംസുകൾ എന്താണെന്നുള്ളത് നമ്മൾ എന്താക്കണം? കണക്കിൽ നോക്കി മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കുക, അസറ്റ് വിറ്റ സമയത്ത് എത്ര കിട്ടി? 3,66,000 കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താക്കണമെന്നോ 3,74,500 സാധനമാണ് വിറ്റ സമയത്ത് 3,66,000 കിട്ടിയെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് രേഖപ്പെടുത്തിയത്. ഓക്കെ, ഇനി അടുത്ത എന്താ നോക്കുക. അപ്പോൾ നമ്മൾ ഇതും ചെയ്തു. ഇനി ബിൽസ് പേബിളും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഈ രണ്ട് സാധനം എന്താക്കി? ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ കൊടുത്തു വീട്ടി. 10% ഡിസ്കൗണ്ടിലാണ് രണ്ടും എന്താക്കുന്നത്? കൊടുത്തു വീട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്രയാണ് നോക്കുക? രണ്ടും കൂടെ 16ഉം 24 എന്ന് പറയുമ്പോൾ 40 40 നമ്മൾ കൊടുത്ത് 40ൻ്റെ 10% എന്ന് പറയുമ്പോൾ 4,000 അപ്പോൾ 36,000. 40,000 മൈനസ് 4,000 സമം 36,000 രൂപയ്ക്കാണ് എന്തായത് നമ്മൾ അത് കൊടുത്ത് വീട്ടിയത്? 36,000. ഓക്കെ, സ്പീഡാണെങ്കിൽ നിങ്ങൾ എന്താക്കണമെന്നോ ആലോചിച്ച് പിന്നെ വീഡിയോ കണ്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെയാണ് ഇത്? 1,500 ഇവിടെ ക്യാഷ്. ഓക്കെ, ഇനി എന്തെങ്കിലും നമുക്ക് ചേർക്കാനുണ്ടോ നോക്ക്. വേറൊന്നും എന്തായാലും അവിടെ ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കുക, ഏത് ഭാഗമായിരിക്കും കൂടുതൽ? ഈ ഭാഗം തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. 3,74,500 പ്ലസ് 36,000 പ്ലസ് 1,500. ഓക്കെ, അപ്പോൾ ഈ ഭാഗം കിട്ടുന്നത് 4,12,000 4,12,000 അപ്പോൾ തന്നെ ആയിരിക്കും വലിയ സംഖ്യ. നമ്മൾ ഈ സൈഡൊന്ന് കൂട്ടി നോക്കാം. ആ സൈഡ് കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1,16,000 പ്ലസ് 24,000 പ്ലസ് 3,66,000 4,06,000 കിട്ടുന്നത്. 4,06,000 4,12,000 ഉണ്ട്, പക്ഷേ 4,06,000 ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കുറവ് എത്രയാണ്? ഇവിടെ 6,000. ഈ 6,000 നമ്മൾ എന്താക്കണം? വിഹിതം വെച്ച് കൊടുക്കണം. അതിനവരുടെ പിന്നെ റേഷ്യോ എത്രയോ ജസ്റ്റ് നോക്കുക, ഈക്വലിയാണ്. അപ്പം ഇവിടെ എത്ര ഉണ്ടാവുക? ഫസ്റ്റത്താക്ക് 3,000, രണ്ടാമത്താക്ക് 3,000 നഷ്ടം ഉണ്ടാവും കേട്ടോ. ഓക്കെ, സിമ്പിളല്ലേ ഈ ക്വസ്റ്റ്യന്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താവുന്നില്ല, റിയലൈസേഷൻ മാത്രമുള്ള കണക്ക് നമ്മൾ ചെയ്യുന്നില്ല. ഇനി റിയലൈസേഷനും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഇത് മൂന്നും കൂടെ ഉൾപ്പെട്ട 2 കണക്കും കൂടെ ചെയ്താൽ എന്താവുകയാണ്? നമ്മൾ ഈ റിവിഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ,
ഇത് വീണ്ടും പ്രിപ്പയർ റിയലൈസേഷൻ മാത്രം ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇവിടെ ഡെപ്റ്റേഴ്സിൽ 28,500 ഉണ്ട്, 28,000 ഉണ്ട്. നിങ്ങൾ ഏത് രേഖപ്പെടുത്തണം എന്നുള്ളത് കൺഫ്യൂഷൻ ആവരുത്. 28,000 ആണ് നിങ്ങൾ ഈ റിയലൈസേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അസറ്റിൻ്റെ ഇവിടെ ചേർക്കുന്നത് 28,000 ആണെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചേർക്കണ്ട. ഇനി അതല്ല നിങ്ങൾ ഇവിടെ ചേർക്കുന്നത് 28,500 ആണെങ്കിൽ ഒരു 500 എന്താക്കണമെന്നോ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 28,000 എന്താക്കിയാൽ മതി, ചേർത്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് റിയലൈസേഷൻ തന്നെയാണ്. ഇത് നോക്കട്ടെ, അടുത്തത് എന്താണ്? ഇതും എന്താണ്? റിയലൈസേഷനാണ്. അപ്പോൾ അതൊന്നുമില്ല. ഇനി ഇതാ നമ്മളിതാ ഇവിടെ റിയലൈസേഷനും ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും 3 സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കണക്കാണ് നമ്മൾ എന്താവുന്നത് ഇനി ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ആദ്യം നമ്മൾ റിയലൈസേഷനിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ബാങ്ക് എന്താവില്ല, റിയലൈസേഷനിലേക്ക് വരില്ല. ഡെപ്റ്റേഴ്സ് വരും, സ്റ്റോക്കും വരും, ഫർണിച്ചറും വരും. ഇങ്ങനെ സൈഡിൽ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, പിന്നെ ഉള്ളത് ക്യാപിറ്റലാണ്. അപ്പോൾ അത്ര സാധനം മാത്രമേ എന്തുള്ളൂ റിയലൈസേഷനിലേക്കുള്ളൂ. ഇനി ഇതിന്ന് വന്ന് കിട്ടുന്ന പൈസ എത്രയാണ് നോക്കുക. അസറ്റ് 3 സാധനമല്ലേ ഉള്ളത്. ഡെപ്റ്റേഴ്സ് 8,500 വിറ്റത്, ഇത് 7,000-നും ഇത് 9,000-നുമാണ് വിറ്റത്. ഓക്കെ, പിന്നെ ക്രെഡിറ്റേഴ്സ് 1 മാത്രമേ ഉള്ളൂ. അത് കൊടുത്തപ്പോൾ 8,000 റുപ്യ എന്തായി കിട്ടിയിട്ടുണ്ട്. പിന്നെ റിയലൈസേഷൻ്റെ എക്സ്പെൻസ് ഒരു 500 ഉണ്ട്. അപ്പോൾ വളരെ ചെറിയ ഒരു റിയലൈസേഷൻ അക്കൗണ്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കുക, റിയലൈസേഷൻ ആദ്യം ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മളങ്ങോട്ട് രേഖപ്പെടുത്താം. 10,000. ഇനി ഇവിടെ ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ 3 സാധനം. ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ അത് 10,000, 8,000, 7,000. 10, 8, 7. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ മാറ്റി. ഇനി നമ്മളെന്താ പറഞ്ഞത്, ഇത് എന്താവാണ്, റിയലൈസ് ചെയ്യാണ്. റിയലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? അത് 3 കൂടെ കൊടുത്തിട്ട് നമുക്ക് കിട്ടിയത് ഇത്രയാണ്. 7, 9, 16. 9,000 പ്ലസ് 7,000 പ്ലസ് 8,500. $24,500 ഇത് മൊത്തം കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അസറ്റുകൾ മൊത്തം കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 24,500. ക്യാഷ് ഇവിടെ നമ്മൾ ബാങ്ക് നെയ്ത, കാരണം നമ്മൾ ബാങ്ക് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്താൽ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തതാണ്, ബാങ്കിലേക്ക് ഇപ്പോൾ എത്ര കിട്ടി? ഇത് മൊത്തം കൊടുത്ത സമയത്ത് 24,500 കിട്ടി. ഇനി ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്രെഡിറ്റേഴ്സ് 8,000-ന് എന്താക്കി സെറ്റിലാക്കി. 10,000 കൊടുക്കാനുള്ളത് 8,000 എന്താക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതും ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന മാതിരി എന്താക്കണം നമ്മൾ കാണിക്കണം കേട്ടോ. 8,000 അതും കൊടുത്തു. ഇനി അടുത്ത ചോദ്യം, ഇവിടെ എന്തുണ്ട്? ഒരു റിയലൈസേഷൻ എമൗണ്ട് 500 ഉണ്ട്. അപ്പോൾ അതെന്താക്കുകയാണ് നമ്മൾ ബാങ്ക് എന്ന് പറയേണ്ടതാക്കി അതും നമ്മൾ കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ എന്താക്കുകയാണ്, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യണത്. 2 ആളുകളുടെ പേര് ഏതൊക്കെയാണ്? അമലും ബിമലുമാണ്. അമൽ, ബിമൽ. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടാണ് കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഓൾഡ് ബാലൻസ് എത്ര എന്താക്കണം എടുത്ത് എഴുതണം. 12,000, 8,000. 12,000, 8,000 എന്താക്കി നമ്മൾ ഇതെടുത്തായിട്ട് എഴുതി. ഓക്കെ, സോറി, ഇവിടെ നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് എന്താക്കിയില്ല, കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാണേണ്ടതുണ്ട് ഇവിടെ. ഇവിടെ ഈ ഭാഗം 34,500 വരുന്നത്. ഇനി ഈ ഭാഗത്തിലേ വരുന്നത് നോക്കുക. 10, 8, 18, 18, 7, 25, 25, 8, 33. ഈ ഭാഗം 33,500 വരുന്നത്. ഈ ഭാഗം 33,500, ഈ ഭാഗം 34,500. അപ്പോൾ 1,000 റുപ്യേൻ്റെ ലാഭമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. 1000. ഇവരെ പിന്നെ ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഓക്കെ, ഈക്വൽ പാർട്ട്നേഴ്സ് അല്ലേ? ഈക്വൽ പാർട്ട്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 ഫസ്റ്റത്തെ ആക്ക് 500, രണ്ടാമത്തെ ആക്കും 500. അപ്പം ഇവിടെ 500.
ഇനി അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ക് അവിടെ ഉണ്ടോ നോക്കുക. റിസർവ് ഉണ്ടോ അവർക്ക് കിട്ടാനില്ല, വേറൊന്നും കിട്ടാനൊന്നുമില്ല, ഒക്കെ കൊടുത്തതാണ്. മറ്റുള്ളത് ബാങ്കിൻ്റെ സാധനമാണ്. അപ്പോൾ ഇനി എന്താക്കുക, നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ 12,500, ഇവിടെ 8,500, ഇവിടെയും 8,500, കാരണം ഇവിടെ വേറൊന്നുമില്ലല്ലോ, 12,500. അപ്പോൾ ഇവിടെ ഇനി കൊടുക്കേണ്ടത് ബാലൻസ് എന്നല്ല കേട്ടോ, സ്ഥാപനം പിരിച്ചു വിടുകയാണ്. ഇനി ബാലൻസ് അറിയാൻ മുന്നോട്ട് കൊണ്ടുപോകില്ല. ഇവിടെ നമ്മൾ ബാങ്ക് 12,500, 8,500, അത്ര തന്നെ എമൗണ്ട് ഇവിടെ ബാക്കിയുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കുന്ന അടുത്ത് എന്താണ്, ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിലേക്ക് കിട്ടിയ പൈസയൊക്കെ നമ്മൾ എന്താവുന്നോ ഇവിടെ എഴുതും, ബാങ്കിൽ നിന്ന് കൊടുത്ത പൈസയൊക്കെ എന്താവും നമ്മൾ ഈ ഭാഗത്തും എഴുതും. അപ്പോൾ ബാങ്കിൽ നിന്ന് ഏതൊക്കെ പൈസ കൊടുത്ത് നോക്കുക, ഇത്രയും പൈസ രണ്ടാളെ ക്യാപിറ്റൽ കിട്ടു കൊടുക്കണ്ടേ, 12,500 പ്ലസ് 8,500, അത് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതാണ്. രണ്ടാളെ എന്ത്, എസ് ക്യാപിറ്റലും ബീസ് ക്യാപിറ്റലും, അത് നമ്മളവിടെ എഴുതി. പിന്നെ നമ്മളിവിടെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് എന്താ ഉള്ളത് നോക്ക്, ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതിയത് ഇതാ ഒരു 500 ഉണ്ട്. ഈ 500 ഏതാണെന്ന് വെച്ചാൽ നമ്മളെ എക്സ്പെൻസാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതും 8,000 നമ്മൾ കൊടുത്ത് ഇതാക്കിയതും. അപ്പം ഇവിടെ 8,000, 500, ഇത് രണ്ടും എന്താണ്, റിയലൈസേഷനാണ്. ഒന്ന് റിയലൈസേഷൻ്റെ എക്സ്പെൻസാണ്, വേറൊന്ന് റിയലൈസേഷൻ നമ്മളെന്താക്കിയാണ് ലയബിലിറ്റി കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ അതെന്താക്കി നമ്മളവിടെ രേഖപ്പെടുത്തി. ഓക്കെ, ഇനി നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നോക്ക്. ഇത് രണ്ടോ നമ്മൾ രേഖപ്പെടുത്തി, ഇതും നമ്മൾ രേഖപ്പെടുത്തി. ഇതാ ഇനി ഇവിടെ ഉണ്ട്, അത് പൈസ എന്തായതാണ്, ഇങ്ങോട്ട് വന്നതാണ്. അതത്ര 24,500, അതും നമ്മളെന്താക്കും റിയലൈസേഷൻ എന്നുള്ള പേരിൽ എന്താക്കി രേഖപ്പെടുത്തി. ഇനി നോക്കുക, ഓൾഡ് ബാലൻസ് വല്ലതും ബാങ്കിലുണ്ടോ, ഇവിടെ ഉണ്ട്. ഓൾഡ് ബാലൻസ് എത്ര പറഞ്ഞിട്ടുള്ളത്, 5,000 എന്താക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്, അതും നമ്മളെന്താക്കി ഇവിടെ രേഖപ്പെടുത്തി. ഇനി രണ്ട് സൈഡൊന്ന് കൂട്ടി നോക്കുക, 24,500ഉം 5,000, 29,500. ഇങ്ങനെ സൈഡ് നോക്കുക, 8,000 എത്രയാണ്, 16,000, 16,000, 1,000, 17,000, 17,000, 2,000, 19,000, 19,000, 10,000, 29,000, 29,000, 500, 29,500. രണ്ട് സൈഡും തുല്യമായില്ലേ. അപ്പോൾ നമ്മളെ കണക്ക് സെറ്റാണെന്ന് അർത്ഥം. മനസ്സിലായല്ലോ. ഇവിടെ ബാങ്കിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സാധനങ്ങൾ, അതായത് ഇങ്ങോട്ട് കിട്ടിയ പൈസ പ്ലസ് ഓൾഡ് ബാലൻസ്, ഓൾഡ് വല്ലതുണ്ടോ നോക്കാം. ഇവിടെ നമ്മൾ കൊടുത്തത് ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ 12,500, 8,500 എന്താക്കി നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ അത്രയും പൈസ ബാങ്കിൽ നിന്ന് എടുത്തായിട്ട് എന്താക്കുന്നു, പാർട്ട്നേഴ്സിനെ നമ്മൾ പിരിച്ചു വിടുകയാണ്. ഓക്കെ, പിന്നെ ഇത് നമ്മളെന്താക്കിയതാണ് ലയബിലിറ്റി കൊടുത്ത് വീട്ടിയതാണ്. ഇത് നമ്മളെന്താക്കിയതാണ് റിയലൈസേഷൻ്റെ എക്സ്പെൻസ് കൊടുത്തതാണ്. അപ്പോൾ കൊടുക്കാനുള്ളത് മൊത്തം ബാങ്കിൽ നിന്ന് കൊടുക്കുക, കിട്ടാനുള്ളത് മൊത്തം ബാങ്കിലേക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവം, ഒന്നും ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല, ഒക്കെ പിരിച്ചു വിട്ടു, ബിസിനസ് എന്തായി അവിടെ അവസാനിച്ചു. അപ്പോൾ ഇതാണ് ഈ കണക്കിൻ്റെ രൂപം എന്ന് പറഞ്ഞത്. 8 മാർക്കാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ എന്താക്കരുത്, ഇതിലേക്ക് ചെയ്യാൻ വേണ്ടി ചാടി പുറപ്പെടരുത്. കാരണം ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ ബാലൻസ് എന്താവില്ല, ക്ലിയർ ആവില്ല. അപ്പോൾ ഒരുപാട് ടൈം എന്താവും, നമ്മൾ ഒരുപാട് ടൈമിൽ കളയേണ്ടി വരും. അപ്പോൾ അതെന്താക്കുക ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒരു ചോദ്യം കൂടെ എന്താക്കുന്നുണ്ട്, നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതും കൂടെ ചെയ്താൽ എന്തായി, നമ്മളെ ഈ റിവിഷൻ എന്താക്കാം, നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, രണ്ട് കണക്ക് ഞാൻ നിങ്ങൾക്കും വേണ്ടി ബാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു കണക്കും കൂടെ എന്താക്കുകയാണ്, ഞാനിവിടെ ചെയ്യുകയാണ്. മോഹൻ സോഹൻ 3:2 ആണ് കേട്ടോ. മോഹനും സോഹനും 3:2. അപ്പോൾ 31/12/2018. അപ്പോൾ ആദ്യം നമ്മൾ ഇത് റിയലൈസേഷനും പിന്നെ അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും മൂന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് റിയലൈസേഷനിലേക്ക് വരിക എന്നെന്താക്കുക ആദ്യം തീരുമാനമാക്കുക. ഡെപ്റ്റേഴ്സ് വരും, ഇൻവെസ്റ്റ്മെൻറ്റ് വരും, സ്റ്റോക്ക് വരും, ഫർണിച്ചർ വരും, മെഷീനറി വരും, ബിൽഡിംഗ് വരും. ഇത്രയും സാധനം എന്താവുന്നുണ്ട്, അസറ്റ് ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇനി ഇവിടെ എന്താ വരിക നോക്കുക, ബിൽസ് പേബിളും വരും, ക്രെഡിറ്റേഴ്സും വരും. ഇത് രണ്ടൊന്നാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള സാധനമാണ്, അതെന്തായാലും വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താക്കാണ്, റിയലൈസേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അസറ്റുകൾ മൊത്തം എന്താക്കണം, നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് എടുത്തായിട്ട് എഴുതണം എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ഡെപ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്. ഡെപ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്,
ഫർണിച്ചർ മെഷീനറി ബിൽഡിങ് 48 60 20 14 70 80 14 70 80. ഓക്കെ. ഇനി ബിൽസ് പേബിൾ ക്രെഡിറ്റേഴ്സ് ബിൽസ് പേബിൾ 50,000, ക്രെഡിറ്റേഴ്സ് 88,000. അപ്പോൾ ഒക്കെ നമ്മളെന്താക്കി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മളെന്താക്കണം, ഇത് എത്ര പൈസക്കാണ് വിറ്റത്, എത്ര പൈസക്കാണ് കൊടുത്ത് വീട്ടിയത് എന്നെന്താക്കണം നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ നോക്കുക, എത്ര സാധനങ്ങൾ അവിടെ ഉള്ളത്? 1 2 3 4 5 6 സാധനങ്ങളാണ് ഉള്ളത്. 4 സാധനത്തിൻ്റെ വില ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2 സാധനങ്ങൾ ആരെടുത്ത് പോയതാണ്? മോഹൻ എടുത്ത് പോയതുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ സാധനവും പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. ഇത് മൊത്തം ഒന്ന് കൂട്ടി നോക്കുക. എത്ര വരുന്നത്? 95,000 പ്ലസ് 72,000 പ്ലസ് 8,000 പ്ലസ് 46,000. അപ്പോൾ 2,21,000 വിറ്റപ്പം കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളെന്താക്കുക, ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2,21,000 എന്ന് രേഖപ്പെടുത്തി. ഓക്കെ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കും എത്രക്കാണ് പോയത് നോക്കുക. അത് ബുക്ക് വാല്യൂവിൽ തന്നെ ആരാണ് എടുത്തത്? മോഹനാണ് എടുത്തത്. അപ്പോൾ ഇവിടെ മോഹൻസ് ക്യാപിറ്റൽ ബുക്ക് വാല്യൂ എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് അല്ലേ, 60,000 20,000 80,000 ഓക്കെ. ഈ 80,000 അവൻ്റെ ക്യാപിറ്റൽ നമ്മൾ കുറക്കും കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ആക്കുന്ന സമയത്ത് അത്രയും പൈസ അവൻ്റെ ക്യാപിറ്റൽ നമ്മൾ കുറക്കും, ശ്രദ്ധിക്കുക. ഇനി ബിൽസ് പേബിളും ക്രെഡിറ്റേഴ്സും രണ്ടും കൂടെ എന്താക്കി സെറ്റിൽ ചെയ്ത് 10% ലെസ്സിൽ എന്നാണ് പറഞ്ഞത്. 10% ലെസ്സിൽ എന്ന് പറയുമ്പം രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര ഉണ്ടാവുക? 50,000 പ്ലസ് 88,000 1,38,000. അതിൻ്റെ 10% എന്ന് പറയുമ്പം 13,800 ഉണ്ടാവുക. അപ്പോൾ 1,24,200 അത് എന്തായത് കൊടുത്തു വിട്ടപ്പോൾ നമുക്കായത് കേട്ടോ. 1,24,200 അത് നമ്മളെന്താക്കി ഇവിടെ ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്താക്കി നമ്മൾ അത് രേഖപ്പെടുത്തി. അപ്പം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് കിട്ടാനുള്ളതൊക്കെ എന്താക്കി കിട്ടി കേട്ടോ. ഇനി ഒന്ന് രേഖപ്പെടുത്താനില്ലല്ലോ. റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട് 2,800. റിയലൈസേഷൻ എക്സ്പെൻസ് അത് നമ്മളിവിടെ രേഖപ്പെടുത്തി. അത് നമ്മളെന്താക്കി ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തു. ഇനി നമ്മളെന്താക്കുകയാണത് കണക്ക് കൂട്ടുകയാണ്. നമ്മളൊന്ന് നോക്കട്ടോ. കണക്ക് കൂട്ടുന്ന സമയത്ത് ഈ 50,000 പ്ലസ് 88,000 പ്ലസ് 2,21,000 പ്ലസ് 80,000 4,39,000 നമുക്ക് ഈ സൈഡ് കിട്ടുന്നത്. 4,39,000 വലിയ സംഖ്യ ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് എന്താക്കാം നമുക്ക് രേഖപ്പെടുത്തട്ടോ. ഇനി ഇങ്ങനെ സൈഡ് നോക്കുക. 48,000 പ്ലസ് 60,000 പ്ലസ് 20,000 പ്ലസ് 14,000 പ്ലസ് 70,000 പ്ലസ് 80,000 പ്ലസ് 1,24,200 പ്ലസ് 2,800 4,19,000 ഈ ഭാഗം വരുന്നത്. 4,19,000. ഇപ്പോൾ വലിയ സൈഡ് തന്നെയാണ് ഇത് തന്നെയാണ്. 4,39,000 4,39,000. അതിൽ നിന്നില്ല 4,19,000 മൈനസ് ചെയ്താൽ എത്ര ഉണ്ടാവുക? 20,000 ഉണ്ടാകുക. ഈ 20,000 നമ്മളെന്താക്കണം? ഇവിടെ വിഹിതം വെച്ച് കൊടുക്കണം. വിഹിതം വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ റേഷ്യോ എത്രയാണ് നമ്മളെന്താക്കണം? അറിഞ്ഞിരിക്കണം. എത്രയാണ്? 3:2 20,000 നമ്മൾ 5 ഭാഗമാക്കി കഴിഞ്ഞാൽ 4 ഭാഗം ഉണ്ടാകുക. അപ്പോൾ 4,000 ഇൻറ്റു 3 ഫസ്റ്റത്തെ ആളും 4,000 ഇൻറ്റു 2 രണ്ടാമത്തെ ആളും. അപ്പോൾ 12,000 8,000. ഓക്കെ. ഫസ്റ്റത്തെ ആൾക്ക് 12,000, രണ്ടാമത്തെ ആൾക്ക് 8,000. ടോട്ടൽ ഇവിടെ
20,000. അങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താവുകയാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാണ്. പേര് മോഹന് സോഹന്, MS. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട സാധനം ഏതാണ്? ബാലൻസ് ആണ്. അവരുടെ ഓൾഡ് ബാലൻസ് അത്രയും നോക്കുക. ക്യാപിറ്റലുള്ളത് 1,08,000, 54,000. 1,08,000 പിന്നെ 54,000. ഓക്കെ, ബാലൻസ് കൊടുത്തു. പിന്നെ റിസർവ് ഒന്നും അവർക്ക് കിട്ടാനില്ല, പിന്നെ ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. പിന്നെ ഇനി അവർക്ക് എന്ത് മാത്രമേ ഉള്ളത്? ഈ റിയലൈസേഷൻ ചെയ്ത സമയത്ത് കിട്ടിയ ലാഭമുണ്ട്, അതെന്താക്കണം? ഇവരിലേക്ക് മാറ്റണം. ഇയാൾക്ക് 12,000, മറ്റേയാൾക്ക് 8,000. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് മറ്റേ ചങ്ങായി എന്താക്കിയിട്ടുണ്ട്? എല്ലാവർക്കും അവകാശപ്പെട്ട 2 സാധനം, ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കും 80,000 ഒരുത്തിന് എടുത്ത് പോയിട്ടുണ്ട്. അത് രണ്ടൊക്കെ അവകാശപ്പെട്ടല്ലേ? അപ്പോൾ ആ 80,000 എന്താക്കണം? അവൻ്റെ നിന്ന് വാങ്ങണം. അതിന് നമ്മൾ എന്താക്കുന്നു? മോഹൻ എന്ന് പറഞ്ഞ ആളാണ് അത് എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. 80,000 അത് നമ്മളിവിടെ രേഖപ്പെടുത്തും. ഈ 80,000 ആണ് കേട്ടോ. ഈ 80,000 അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ ഇത് റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ്. ഇത് റിയലൈസേഷൻ അക്കൗണ്ട്. അത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. 54, 8, 62,000. ഇവിടെ 62,000, ഇവിടെ 62,000, കാരണം വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. 1,08,000, 12,000, 1,20,000 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ 1,20,000. ഇവിടെ എന്താക്കണം? 1,20,000 8,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാകുക? 40,000. ഇത്രയും പൈസ എന്താക്കണമെന്നോ ബാങ്കിൽ നിന്ന് ഇവർക്ക് എടുത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ ക്യാഷ് നിന്ന് എന്താക്കണം? ഇവർക്ക് കൊടുക്കണം. ആരെ? പാർട്ട്നേഴ്സിന് പിരിയാൻ എന്താക്കണം? 40,000 ആർക്ക് കിട്ടണം? മോഹനം കിട്ടണം. സോഹൻ എന്താക്കണം? 62,000 കിട്ടണം. അതെന്താക്കി നമ്മൾ രേഖപ്പെടുത്തി. ഇനി നമ്മളെന്താക്കണം? ഇവിടെ ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കുക, നമ്മളെന്താക്കണം? ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിന് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗത്താണ് ഇത്. ഓക്കെ, ബാങ്കിൽ നിന്ന് പോയ സാധനങ്ങളൊക്കെ എന്താവും? നമ്മൾ ഈ ഭാഗത്തും എഴുതും. അപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഏതൊക്കെ നോക്കുക? നമ്മളിങ്ങനെ റിയലൈസേഷൻ എടുത്താൽ തന്നെ മനസ്സിലാവും. ഇവിടെ നമ്മൾ 2,21,000 നമുക്ക് കിട്ടിയതുണ്ട്. സാധനങ്ങളൊക്കെ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 2,21,000. അത് നമ്മളെന്താക്കി ഇവിടെ രേഖപ്പെടുത്തി. റിയലൈസേഷൻ. ഓക്കെ, അത് രേഖപ്പെടുത്തി. പിന്നെന്താ? ഇവിടെ 1,24,200 അത് ബാങ്കിൽ നിന്ന് എന്തായതാണ്? പോയതാണ്. 1,24,200 റിയലൈസേഷൻ. കടക്ക് കൊടുത്ത് വിട്ടപ്പോൾ 1,24,200 ആണത്. പിന്നെ വേറൊരു റിയലൈസേഷൻ കൂടെ ഉണ്ട്. അതെന്താണ്? എക്സ്പെൻസ് ആണ്. റിയലൈസേഷൻ എക്സ്പെൻസ് അത് എത്രയാണ്? 2,800 ആണ്. അതും എന്താക്കി നമ്മൾ രേഖപ്പെടുത്തി. ഇനി നോക്കുക, ഇനി വേറെ ഏതാ ബാങ്ക് ഉള്ളത്? അവർക്ക് രണ്ടാൾക്ക് ഇട്ട് കൊടുത്ത പൈസ 40,000, 62,000. 40,000, 62,000. 40,000 പിന്നെ ഇവിടെ 62,000. ഓക്കെ, ഇനി പിന്നെ ബാങ്കിന് എന്തായില്ല? പൈസ ഇങ്ങോട്ട് എവിടെയും വന്നിട്ടില്ല. പിന്നെ എന്തുണ്ട്? പണ്ടത്തെ ഒരു പഴയ ബാലൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അതെത്രയാണ്? 8,000 ആണ്. അതെന്താക്കണം? നമ്മളവിടെ ചേർത്ത് എഴുതുന്നു. ഇനി 2 സൈഡൊന്ന് കൂട്ടി നോക്കുക. 221 2,21,000 അല്ലേ? പ്ലസ് 8,000 2,29,000 ആണ് ഇവിടെ വരുന്നത്. ഇനി അങ്ങേ സൈഡ് നോക്കുക. 1,24,200 പ്ലസ് 2,800 പ്ലസ് 40,000 പ്ലസ് 62,000 2,29,000. 2 സൈഡ് എന്താണ്? തുല്യമാണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ 2 കണക്ക് എന്താക്കി? പൂർണ്ണമായിട്ടുള്ള 2 കണക്കും നമ്മൾ ചെയ്തു. ഇനി 2 കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താക്കിയിട്ടുണ്ട്? അവിടെ വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താക്കുക? അത് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക? കമൻസിൽ എന്താക്കുക? ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ചാപ്റ്റർ എന്താക്കി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ എന്താക്കുക? പഠിക്കുക. ഇത് കണ്ടുപോയാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നാലൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.